സംസ്കൃതം പഠിച്ചുകൊണ്ട് എനിക്ക് അന്ന് ഇംഗ്ലീഷൊന്നും അത്ര അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നതുകൊണ്ടായിരിക്കാം, ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടായിരിക്കാം, ഞാൻ മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുറച്ചൊരു മടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാണോ ഞാനും ശ്രമിച്ച്, അത് എൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ എന്നെ സഹായിച്ചു, സംസാരിക്കാൻ പറയാൻ പറഞ്ഞു, പുസ്തകം എടുത്തു തന്നു. ഞാനും ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളത്തെക്കുറിച്ച് കൂടുതൽ അഭിമാനം തോന്നുകയും എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ജൈവപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഭാഷയാണെന്നും ഈ വാക്കാണെന്നും പലതരം വാക്കുകൾ അതും എങ്ങനെയാണ് ശരിക്കും എനിക്ക് പിന്നീട് എൻ്റെ ചെറുപ്പകാലത്തൊന്നും തോന്നിയിട്ടില്ല. കുറേ പ്രായമായപ്പോൾ ഈ മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന വാക്കുകൾ എന്ന് തന്നെ എനിക്ക് പലപ്പോഴും, ഒരു ചെടിയിൽ നിന്ന് മുളച്ചു വരുന്ന വാക്കുകൾ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ആ പ്രോസസ്സിലുണ്ടായതാണ് കേട്ടോ. ചെറുപ്പകാലത്തൊന്നും എനിക്ക് ഭാഷയെക്കുറിച്ച് അങ്ങനെ ഒരു അഭിമാനമോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ എങ്ങനെ എഴുതണം എന്നൊന്നും അറിയില്ലായിരുന്നു.